പ്രവാസലോകത്തെ വാർത്തകൾ. ദുബായിൽ വ്യാജ ഉൽപ്പന്ന വ്യാപാരത്തിനെതിരെ കർശന നടപടി. ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും സ്റ്റോക്ക് ചെയ്യുന്നവർക്കും ഇനി കാത്തിരിക്കുന്നത് വൻ പിഴയും ജയിൽ ശിക്ഷയും. ദുബായിൽ വ്യാജവും ഡ്യൂപ്ലിക്കേറ്റുമായ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനെതിരെ കർശന നടപടിയുമായി അധികൃതർ. ഓൺലൈനിലൂടെയോ നേരിട്ടോ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും സ്റ്റോക്ക് ചെയ്യുന്നവർക്കും UAE ഫെഡറൽ നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കും. 10 ലക്ഷം ദിർഹം വരെ പിഴയും 2 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമായാണ് ഇത് കണക്കാക്കുന്നത്. ഉപഭോക്താക്കളുടെ സുരക്ഷയും വിപണിയിലെ വിശ്വാസ്യതയും ഉറപ്പിക്കാനാണ് നടപടി ശക്തമാക്കിയത്. വ്യാജ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ കണ്ടെത്തുകയോ ചെയ്താൽ ബന്ധപ്പെട്ട അധികൃതരെ ഉടൻ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വെരിഫൈ ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാത്രം സാധനങ്ങൾ വാങ്ങണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയയിലൂടെയും ലൈസൻസ് ഇല്ലാത്ത വ്യാപാരികളിലൂടെയും നടത്തുന്ന ഇടപാടുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വ്യാജ ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവ പൊതുജനാരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടൂറിസം രംഗത്ത് പുതിയ പരീക്ഷണവുമായി സൗദി അറേബ്യ. യാത്രാ ആസൂത്രണം മുതൽ വിസ വരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന പാക്കേജ് വിസ സേവനത്തിന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാൻ പുതിയ ചുവടുവയ്പുമായി സൗദി അറേബ്യ. പാക്കേജ് വിസ എന്ന പുതിയ പൈലറ്റ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് രാജ്യം. വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ടൂറിസ്റ്റ് വിസ അപേക്ഷ, ആവശ്യാനുസരണം ടൂറിസം അനുഭവങ്ങളും പരിപാടികളും ഉൾപ്പെടെ എല്ലാം ഒരൊറ്റ ബുക്കിംഗിലൂടെ ലഭ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം. സൗദി ടൂറിസം മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ഇൻഷുറൻസ് അതോറിറ്റി എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ അംഗീകൃത ട്രാവൽ സർവീസ് ദാതാക്കൾ വഴിയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഈ പൈലറ്റ് വിപണികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ നടപടിക്രമവും ഡിജിറ്റൽ രീതിയിലായിരിക്കും. യാത്രക്കാർക്ക് വിവിധ വെബ്സൈറ്റുകളിലൂടെ പ്രത്യേകം ബുക്കിംഗ് നടത്തേണ്ടതില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ യാത്രയുടെ എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകത. ഇതിലൂടെ യാത്രാസമയം കുറയുകയും നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാവുകയും ചെയ്യും. 2019 ടൂറിസ്റ്റ് വിസയും പിന്നീട് വിസ ഓൺ അറൈവൽ, സ്റ്റോപ്പ് ഓവർ, ട്രാൻസിറ്റ് വിസ തുടങ്ങിയ പരിഷ്കാരങ്ങളും അവതരിപ്പിച്ച സൗദി ഇപ്പോൾ പാക്കേജ് വിസയിലൂടെ ടൂറിസം മേഖലയിൽ പുതിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയുടെ പുതിയ നീക്കം. 2025 മാത്രം 2.9 കോടിയിലധികം വിദേശ സന്ദർശകരെയാണ് രാജ്യം സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗജന്യ VPN ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി. വ്യക്തിഗത വിവരങ്ങൾ ചോരാനും സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാകാനും ആപ്പുകൾ വഴിയൊരുക്കുമെന്ന് മുന്നറിയിപ്പ്. സുരക്ഷിതമല്ലാത്ത VPN ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി. സൗജന്യമായി ലഭിക്കുന്നതും വിശ്വാസ്യതയില്ലാത്തതുമായ VPN ആപ്പുകൾ ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയോ മൂന്നാം കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം പെർമിഷനുകൾ ആവശ്യപ്പെടുന്ന ആപ്പുകളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ് വിവരങ്ങൾ, പാസ്വേഡ് തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നതിനും മാൽവെയർ, വൈറസുകൾ എന്നിവ ഫോണിൽ കടന്നുകയറുന്നതിനും ഇത്തരം ആപ്പുകൾ കാരണമാകാം. സംശയാസ്പദമായ ലിങ്കുകളിലേക്കും വ്യാജ വെബ്സൈറ്റുകളിലേക്കും ഉപയോക്താക്കളെ നയിച്ച സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഇരയാക്കാൻ സാധ്യതയുണ്ടെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഡിജിറ്റൽ ആശയവിനിമയങ്ങൾക്കായി ഔദ്യോഗികവും സുരക്ഷിതവുമായ മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നാണ് പൊതുജനങ്ങളോടുള്ള നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.